അത്രേ ഉള്ളോ? അതിനെന്താ, ഞാൻ ഹെൽപ്പ് ചെയ്യാലോ. ഞാൻ പറഞ്ഞത് എന്റെ കാര്യമല്ല, സിഹിയുടെ കാര്യമാ. അതെന്താ, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്തൂടെ? എക്സ്ക്യൂസ് മീ, ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഈക്വലായിട്ട് ലവ് ചെയ്യുന്നുണ്ട്. ഞാനേ എന്റെ മകളെ മാത്രമല്ല ഹെൽപ്പ് ചെയ്യാ, അവളുടെ അമ്മയെ ഹെൽപ്പ് ചെയ്യും. അയ്യോ, ബ്ലഷ് ചെയ്യുന്ന കണ്ടില്ലേ? നീ ഇങ്ങനെ ദേഷ്യം പിടിക്കുമ്പോ എനിക്ക് എന്റെ സ്കൂൾ ടീച്ചറിനെ ഓർമ്മ വരുന്നത്. നീ എപ്പോഴും എന്റെ മിസ്സിസ് ആയാ മതി, സ്കൂൾ മിസ്സാവണ്ട. നിന്നോട് ദേഷ്യം കാണിക്കാൻ വേണ്ടിയെങ്കിലും ഞാൻ മിസ്സിനെ പോലെ നിൽക്കും. വേണ്ട സീത. വഴക്ക് കൂടി കഴിഞ്ഞോ? എന്നാ ഞാൻ എഴുന്നേക്കട്ടെ. സിഹി, എഴുന്നേൽക്കണം മഹാറാണി, വേഗം എഴുന്നേറ്റ് പോയി റെഡിയാകും. ഗുഡ് മോർണിംഗ് ചക്കരേ. ഗുഡ് മോർണിംഗ് അച്ഛാ. സ്കൂളിലേക്ക് പോകാൻ എന്താ മടിയുണ്ടോ? സ്കൂൾ അടുത്തെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചധികം നേരം നിനക്ക് കിടന്നുറങ്ങായിരുന്നു. ബട്ട് എന്ത് ചെയ്യാനാ, ഇവിടുന്ന് 1 hour എടുക്കും നിന്റെ സ്കൂളിലേക്ക് എത്താൻ. നെക്സ്റ്റ് ഇയർ നിന്നെ ഞാൻ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കാം, പക്ക. സിഹിമോളെ, വേഗം എഴുന്നേറ്റ് പോയി കുളിക്കാൻ നോക്ക്. അച്ഛാ, നമ്മുടെ അപ്പു കല്യാണത്തിന് ശേഷം കുറച്ച് റിലാക്സ്ഡ് ആയിക്കോളൂ എന്ന് കരുതിയപ്പോ ഉള്ളതും വരുന്നതുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ അവൻ സ്വയം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയിരിക്കാം. സിഹിമോൾ എന്തായാലും അവന്റെ കൈ കെട്ടിയൊരു പെറ്റിനെ പോലെ ആയിട്ടുണ്ട്. അച്ഛനിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, അവനോട് പറയേണ്ട രീതിയിൽ പറയണം. അത് കണ്ടോ, അവനിങ്ങെത്തി. എന്താ മേമ, എന്നെ കുറിച്ച് എന്താ പറയായിരുന്നല്ലോ? എനിക്ക് എന്റെ മോന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവില്ലേടാ, നിന്നെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരുന്നെ. മകളെ വളർത്തുക എന്ന് പറഞ്ഞാലേ ടേപ്പ് എടുത്തിട്ട് സെന്റിമീറ്റർ ഇഞ്ചൊന്നും നോക്കി വളർത്തണതല്ല. അറിയാം, നിന്റെ സമാധാനത്തിന് വേണ്ടി ഒരു 4-5 ദിവസം ഡ്രോപ്പും പിക്കപ്പും ഒക്കെ ചെയ്യാം, എനിക്കും സന്തോഷമാണ്. എന്നും അങ്ങനെയായാലോ? നമ്മുടെ അനിയില്ലേ, കാറിൽ അവനെ ഡ്രോപ്പ് ചെയ്യുന്നില്ലേ? അതുപോലെ ഇതിനൊരു വഴി കണ്ടെത്തണം. ഭാര്യയും ഭർത്താവൊക്കെ അവരുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കണം. കല്യാണം ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? എന്താ മോളെ സീത, നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഞാൻ കുറെ പറഞ്ഞു നോക്കി മുത്തശ്ശ, ഇവൻ ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കില്ല. അതിനല്ലേ ഞാൻ ബസ് ബുക്ക് ചെയ്തത്. പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല. എന്നും ഒരുപോലെ ആവില്ല, ജോലിക്കാര്യത്തിൽ അല്പം തിരക്കൊക്കെ വരും. അങ്ങനെ വന്ന കുഞ്ഞ് ബുദ്ധിമുട്ടരുതല്ലോ, അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. മോളെ ഇവിടെ നിനക്കിപ്പോ സ്കൂളിലേക്ക് ഡ്രൈവറുടെ കൂടെ കാറിൽ പോയിട്ട് വരാൻ കഴിയില്ലേ? പോയിട്ട് വരാൻ പറ്റും, അച്ഛന് കുറെ ജോലിയൊക്കെ ഉള്ളതല്ലേ. കണ്ടില്ലേ, മോള് തന്നെയാ പറഞ്ഞത്. സമാധാനായോ? ഒരു വഴിയുണ്ടാക്കുക. ഓക്കെ മുത്തശ്ശ, റിലാക്സ്. എന്തായാലും ഞാൻ ഓഫീസിലേക്കല്ലേ പോകുന്ന വഴിക്ക് അവളെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ട് പോയിക്കോളാം. വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരാൻ ഡ്രൈവറിനെ അറേഞ്ച് ചെയ്യാം. ഹാപ്പി? ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ബൈ ബൈ മേമ. രാമ, ഇതെന്തായാലും നല്ല പ്ലാനാടാ. ഇന്ന് വൈകുന്നേരം തന്നെ ഡ്രൈവറെ അറേഞ്ച് ചെയ്യും. ഓക്കെ, അവള് സ്കൂളിലെ മാച്ചൊക്കെ കഴിഞ്ഞ് ഡ്രൈവറുടെ കൂടെ തിരിച്ചു വന്നോളൂ. നീ ഓഫീസിലെ മാച്ച് കണ്ടിന്യൂ ചെയ്തോ. ബൈ 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 സിഹിമോളെ, ബൈ. നേരത്തെ ഈ ഡ്രസ് എനിക്ക് കറക്റ്റ് ആയിരുന്നല്ലോ, ഇപ്പൊ വല്ലാണ്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഈ ഡ്രസ്സൊക്കെ എനിക്ക് ഒട്ടും കേറാതെ ആയല്ലോ. അശോക്, ഞാൻ കുറച്ച് തടിച്ച പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെ പെട്ടെന്നൊരു രാത്രി കൊണ്ട് ആരെങ്കിലും തടിക്കോ? ഗ്യാസ് ട്രബിൾ എന്തെങ്കിലും ആയിരിക്കും. ഇന്നലെ ഫ്രഞ്ച് ഫ്രൈസ് ഒരുപാട് കഴിച്ചില്ലേ, അതുകൊണ്ടായിരിക്കും. കളിയാക്കിയപ്പോ ഒരു സന്തോഷം കിട്ടി കാണും അല്ലേ? അല്പം പോലും കേറില്ല എന്റെ കാര്യത്തില്.
പെൺകുട്ടികൾ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് വെയിറ്റ് കൂടിയൊക്കെ വരാറുണ്ട്. ഇപ്പൊ നീ എന്ത് പറഞ്ഞാ വരുന്നേ? ഇതൊക്കെ പ്രഗ്നൻസിയുടെ സിംറ്റം ആണെന്നാണോ? അതിനിപ്പോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കും അതൊന്നും അറിയില്ല. കുഞ്ഞെ, എക്സ്പെക്ടേഷൻസ് ഓക്കെ, പക്ഷെ എപ്പോഴും അതേ ചിന്തയിലാകരുത്. സിംറ്റംസ് എന്തെങ്കിലും കാണാനായിട്ട് കുറച്ച് ദിവസമെങ്കിലും എടുക്കില്ലേ? അമ്മയാകാനുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലാകും. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, വരുന്ന എല്ലാ സിംറ്റംസും അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കല്ലേ? ഞാൻ ഹാർട്ട്ലെസ് ആണെന്ന് തോന്നുന്നുണ്ടോ? മോളെ, നിനക്കെത്ര ആഗ്രഹമുണ്ടോ അതെനിക്കുമുണ്ട്. ബട്ട് ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയില്ലല്ലോ. 1 വർഷം കഴിയട്ടെ, നമുക്ക് നോക്കാം. എന്നിട്ടും നീ ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ഇതിനെന്തിനാ മുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നേ? സ്മൈൽ. നോക്ക്, നീ ഇതിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് സ്ട്രെസ് എടുക്കാൻ നിൽക്കരുത്. കാം ഡൗൺ. അതൊക്കെ സമയത്ത് നടന്നോളൂ. നിന്നെ പോലെ ഒരു സുന്ദരി പെൺകുട്ടി ജനിക്കും. ഓക്കെ അല്ലേ? പെൺകുട്ടി ഓക്കെ, അവൾക്ക് പക്ഷെ നിങ്ങളെ പോലെ ബുദ്ധി വേണം. എന്നെ പോലെ ഫുഡി ആയിരിക്കണം. കഴിക്കാൻ പറ്റുന്ന ഒരു അനുഗ്രഹമല്ലേ? ഹൗ ചിരിച്ചല്ലോ. ഫുഡ് മതിയാകുമോ അതോ ബുദ്ധിമതിയാകുമോ എന്ന് ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം. തൽക്കാലം നമുക്ക് പ്രസന്റ് നോക്കാം. ബാ, ലേറ്റ് ആവുന്നു, ഓഫീസിലേക്ക് പോവാം. ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനി ബോർഡ് മെമ്പർ അടുക്കളപ്പണി ചെയ്തോണ്ടിരിക്കുന്നു. എന്താണേലും ഈ പരിപാടി നീ നിർത്തില്ല അല്ലേ? അതിനിപ്പോ എന്താ അമ്മേ, പാചകം ചെയ്തൂടെ? പാചകമൊക്കെ ചെയ്യാം, പക്ഷേ നീ ഇതൊക്കെ മാറ്റി വെച്ചൊരു മഹാറാണിയെ പോലെ സ്വസ്ഥമായിട്ടിരിക്കാൻ ഞാൻ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ. അമ്മേ, അതെന്താണെന്നോ, ഇന്നൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ടത്രേ. ബോർഡ് മെമ്പേഴ്സിനൊക്കെ എന്നെ പരിചയപ്പെടുത്തണത്രേ. എന്തായാലും ഓഫീസിലേക്ക് പോവല്ലേ, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചു. ഓ, ഓഫീസിൽ പോവാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ പോവണ്ടേ അമ്മേ? ഓഫ് കോഴ്സ് പോവണം സീത. നീ ഇതെന്തിനാ എല്ലാ കാര്യവും എന്നോട് ചോദിക്കുന്നേ? ഇത് നിന്റെ വീടാ, നിന്റെ ഓഫീസാ. ഇതാണ് നിന്റെ എംപയർ. യു ആർ ദ ക്വീൻ ഹിയർ. സീതേ, ഇന്ന് കുറച്ച് ഗൊജ്ജോലക്ക ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഏട്ടനോട് നീ ഉണ്ടാക്കി ഗൊജ്ജോലക്കയാന്ന് പറഞ്ഞപ്പോ മുഴുവനും ഇരുന്ന് കഴിച്ചു. സത്യച്ചെറിയച്ചനോ? അവരെപ്പ കഴിച്ചു? അവർ വീട്ടിലേക്ക് വന്നിരുന്നോ? ഞാൻ ആ ഫാം ഹൗസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നത്. ഏട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. സത്യച്ചെറിയച്ചനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലേ? അവർക്കും ഈ വീട്ടില് ഈക്വൽ റൈറ്റ്സ് ഉള്ളതല്ലേ? അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സീത, ഇത് അച്ഛനെടുത്ത തീരുമാനമാണ്. അതിനെ ചോദ്യം ചെയ്യാനും മാത്രം നമ്മളായിട്ടില്ല. അവരെന്തെങ്കിലും തീരുമാനിക്കണമെങ്കിൽ അവരതിനെക്കുറിച്ച് സൂക്ഷ്മമായി ആലോചിച്ച ശേഷം ചെയ്യും. അല്ലേ സാധന? പാപം, സാധന അങ്ങനെ ഒറ്റയ്ക്കായി നിൽക്കുന്നത് കാണാൻ എനിക്കാവില്ല. അതുകൊണ്ട് സത്യം അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞ് ഞാൻ ഇവളെ ഫാം ഹൗസിലേക്ക് അയച്ചത്. ചേച്ചി എനിക്ക് ഇത്രയൊക്കെ സഹായം ചെയ്യുന്നത് കൊണ്ടാ എനിക്കിവിടെ കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. ഇല്ലായിരുന്നെങ്കിൽ നിൽക്കാനും കഴിയാതെ പോവാനും കഴിയാതെ ഞാൻ വല്ലാതെ വിഷമിച്ചേനെ. മേമ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് എല്ലാം ശരിയായിക്കോളും. സീത, നീ ഇതിനെക്കുറിച്ചൊന്നും വല്ലാതെ ആലോചിക്കാൻ നിൽക്കണ്ട. നീ പൊക്കോളൂ. നിന്റെ മീറ്റിംഗും ലേറ്റ് ആവും, അപ്പുവിന്റെ ഭക്ഷണവും ലേറ്റ് ആവും. ശരി അമ്മേ. മേമ, ഞാൻ സത്യച്ചെറിയച്ചനുള്ള ഗൊജ്ജലക്കി ഉണ്ടാക്കി തരാം. ഞാനവരെ തിരക്കിന്ന് പറയണേ. വിശ്വ,
നീ ഹീറോ ആവേണ്ട സമയായിരിക്കാം. സീത ഭക്ഷണവും എടുത്ത് ഓഫീസിലേക്ക്. ഇനി നീ ഗെറ്റ് റെഡി ടു പ്ലേ ദ മാച്ച്. അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ഭാർഗവ്, ഇന്ന് തന്നെ നടത്തണോ ഇത്? വല്ല പ്ലാനൊക്കെ നന്നായിട്ടുണ്ട്, നല്ല സൂപ്പർ പ്ലാനാണ്. പക്ഷേ ഇനിയെങ്ങാനും ഷട്ട് യുവർ മൗത്ത്. ജോലി തുടങ്ങുന്നതിന് മുൻപേ മുടക്കം പറയാൻ നിൽക്കരുത്. ഇന്നാണ് കറക്റ്റ് ടൈം. ഭാര്യയും ഭർത്താവും ഓഫീസിൽ വളരെ റൊമാൻറ്റിക് ആയി ഫുഡ് കഴിക്കും. ലെറ്റ് ദം ഹാവ് ദെയർ ഫൺ ആൻഡ് വി ഹാവ് അവർ ഫൺ. ഓക്കെ ഓക്കെ ഭാർഗവ്, ഓക്കെ. മാച്ചിന് റെഡി റെഡി. ഹലോ മാഡം, ഇത് ഇങ്ങോട്ട് വന്നെങ്കിൽ ഞങ്ങൾ എടുത്തോളാം. ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഹായ് 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 ഹായ്. സിത്ത മാം, ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ട് പോകുന്നു മാം. എന്താ മീറ്റിംഗ് ഉണ്ടോ? ഇല്ല, കുറച്ച് ജോലിയുണ്ട്. പിന്നെ ലഞ്ച് ടൈം ആയല്ലോ, അതുകൊണ്ട് വന്നതാ. ഓ, ബോസിന് സ്പെഷ്യൽ ലഞ്ചാ? തൃപ്തി. അയ്യോ, ബോസിന് ലഞ്ച് ബോക്സ് മിസ് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴേക്കും അത് കൊണ്ടുവന്നോ? എടാ നീ ഇതെന്താ? ഹലോ സീത മാം. പ്രിയ മാം, അത്ര മാം. പ്ലീസ് മോളെ, അങ്ങനെയൊന്നും വിളിക്കല്ലേ. ഞാൻ എപ്പോഴും നിന്റെ പഴയ ഫ്രണ്ട് സീതയാ. ഓഫ് കോഴ്സ് അറിയാം, വെറുതെ ചൊറിയാൻ വേണ്ടി പറഞ്ഞതല്ലേ. എന്താ ഉള്ളത് ലഞ്ച് ബോക്സിൽ? എല്ലാം റാമിന്റെ ഫേവറേറ്റ് ഫുഡാ. ഓക്കെ, ഹാവ് എ നൈസ് റൊമാൻറ്റിക് ലഞ്ച് ഡേറ്റ്. നീയും വാ, ഒരുമിച്ചിരുന്ന് കഴിക്കാലോ. അമ്മ ഫുഡ് തന്നു വിട്ടിട്ടുണ്ട്, കഴിച്ചില്ലെങ്കിൽ നിനക്ക് അറിയാലോ. ശരി, ഞാൻ കൊടുത്തിട്ട് വരാം. ഷുവർ ഷുവർ. തൃപ്തി, ആ ഇമെയിൽ അയച്ചിരുന്നോ? എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? Yeah. Hey, welcome back. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു സർ. ഭർത്താവിനെ കാണാതെ ബോറടിച്ചിട്ടാണോ ഓഫീസിലേക്ക് വന്നത്? അയ്യോ സർ. ലൈഫ് എങ്ങനെയുണ്ട് എന്നൊന്നും ചോദിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. എന്താന്ന് വെച്ചാ എന്റെ സുഹൃത്ത് നിന്നെ നല്ലപോലെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നല്ലാതെ. ട്രൂ സർ, വളരെ സ്നേഹത്തോടെയാ നോക്കുന്നത്. ശരി, യു ഗൈസ് ക്യാരി ഓൺ. എനിക്ക് ശരി ഏയ്, വാടാ കഴിക്ക, വീട്ടിൽ നിന്ന് ഫുഡുണ്ട്. എനിക്കറിയാം, പക്ഷെ ഈ ലഞ്ച് ബോക്സിൽ ഒരു കട്ടുറും പോവാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാ. ടാറ്റാ. സർ, നിങ്ങൾക്കും ചേർത്ത് കൊണ്ടുവന്നത്. പ്രിയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുമിച്ചിരുന്ന് കഴിക്കാം. നോക്കൂ സീത മാം, നിങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞാൻ അവിടെ വന്ന് നിൽക്കണോ? നോ ചാൻസ്. എനിക്ക് എന്റെ വൈഫിന്റെ കൂടെ ലഞ്ച് ലൈറ്റ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. ഇപ്പൊ ഞാൻ പോയില്ലെന്ന് വെച്ചോ, അവൾ എന്നെ വിളിച്ച് നിങ്ങൾ കണ്ടോ സീതേ രാമു അവിടെ ഒരുമിച്ചാ ഭക്ഷണം കഴിക്കുന്നേ, നമ്മൾ രണ്ടുപേരും അടുത്തടുത്തുണ്ടായിട്ടും വലിയ ഇഷ്യൂ ഉള്ള പോലെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചോദിച്ച് സൂര്യകേടുണ്ടാക്കും. അതുകൊണ്ട് യു ബോത്ത് ക്യാരി ഓൺ, ഞാൻ അങ്ങോട്ട് പോവാ. ബൈ ബൈ. ബൈ ബൈ. സിഹി, ഇന്ന് ആരാ വരുന്ന നിന്നെ വീട്ടിൽ കൊണ്ടുപോവാൻ? എന്റെ വീട്ടിൽ നിന്ന് ഡ്രൈവർ അങ്കിള് വരുന്നുണ്ട് എന്നെ പിക്ക് ചെയ്യാൻ. അതെന്താ ഇന്ന് അച്ഛൻ വരില്ലേ? അതെന്താണെന്ന് അറിയോ? അവര് ഓഫീസിൽ ഭയങ്കര ബിസിയാടാ. ഞങ്ങളുടെ ഓഫീസ് വലിയ ഓഫീസാടാ. ബിസി ആകുമ്പോ സമയം ഉണ്ടാവില്ലല്ലേ? ഓക്കെ, ബൈ ശ്രേയസ്. സിഹി, ഇന്ന് നിന്റെ ഡ്രൈവർ വരുമെന്ന് പറഞ്ഞത് എന്നെ പിക്ക് ചെയ്യാൻ. അങ്ങനെ മദർ വിളിച്ച് പറഞ്ഞത്. യെസ് മിസ്, അതാ ഞങ്ങളുടെ ഡ്രൈവർ അങ്കിള്. ഓക്കെ, യു മേ ഗോ നൗ. ബൈ. ഹലോ, കഴിക്കാൻ പോയാലോ? ഞാനെന്താ നിങ്ങൾക്ക് സൗര്യക്കേടാണോ? നിന്നെയുണ്ടല്ലോ എനിക്ക് വിഴുങ്ങാനാ തോന്നുന്നേ. ആദ്യം നമുക്ക് കഴിക്കാൻ കൊണ്ടുവന്നത് വിഴുങ്ങാം. ഏയ് അല്ല മോളെ, അവര് ഇവിടുന്ന് കഴിക്കാമെന്ന് അത്രയ്ക്ക് വാശി പിടിച്ചിട്ടും എനിക്ക് ലഞ്ച് ലൈറ്റ് ഉണ്ട്, വൈഫിന്റെ കൂടെ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്തിനാ എന്നോട് ഇത്രയും ദേഷ്യം മോളെ? ആക്ച്വലി നിന്റെ ഓഫീസിലേക്കുള്ള വരവ് ഞാൻ വല്ലാതെ മിസ് ചെയ്യാം. ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ അല്ലേ അശോക്? നിനക്ക് എന്നെ കിട്ടി, സീതയ്ക്ക് റാമിനെ കിട്ടി. ഇപ്പൊ എനിക്ക് ഭക്ഷണം കിട്ടുമോ? റൊമാൻറ്റിക്.
വിശന്നോണ്ടിരിക്കുമ്പോ എവിടെ നിന്ന് വരാനാ റൊമാൻസ്? ആക്ച്വലി നിന്റെ ഓഫീസിലേക്കുള്ള വരവ് ഞാൻ വല്ലാതെ മിസ് ചെയ്യാം. ഞാനും അതേ റാം. ഈ ഓഫീസിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓ, ഓഫീസ് മിസ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ എന്നെ നീ മിസ് ചെയ്യുന്നില്ല എന്നർത്ഥം. മിസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഒരുമിച്ച് തന്നെയല്ലേ ഉള്ളത്. ഇപ്പൊ എങ്ങനെ മിസ് ചെയ്യാനാ? വീട്ടില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. നീ ഓഫീസിലേക്ക് എത്തിയാ എനിക്ക് കോൾ ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. സിയെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാനെന്നും പറഞ്ഞ് ഒരുമിച്ച് നടക്കുന്നുണ്ട്. തിരിച്ച് ഡ്രോപ്പ് ചെയ്യാനും നീ വീട്ടിലേക്ക് വരും. പിന്നെ മിസ് ചെയ്യാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ലല്ലോ. അതുള്ളതാ. റാം, ഇങ്ങനെ ചോദിക്കുന്നോണ്ടൊന്നും തോന്നല്ലേ. പ്ലീസ് ചോദിക്കേ. ചാന്ദിനിയോട് ഓഫീസിലേക്ക് വരണ്ടെന്ന് നീയാണോ പറഞ്ഞത്? ചാന്ദിനി എവിടെ പോയി, അവൾക്ക് എന്താ സംഭവിച്ചെന്നൊന്നും എനിക്കറിയില്ല. അറിയേണ്ട ആവശ്യമില്ല. എന്നാ വീണ്ടും വിളിച്ചുകൂടായിരുന്നു റാം? ആ പോസ്റ്റിൽ ആരുമില്ല, നമ്മൾ ശമ്പളവും കൊടുക്കുന്നുണ്ട്. വേറെ ആരോ ആണ് അവളുടെ ജോലിയൊക്കെ ചെയ്യുന്നത്. അതിനു പകരം അവളെ തന്നെ ഏൽപ്പിച്ചൂടെ ഇതൊക്കെ? നമുക്കൊരു ക്ലാരിറ്റി കിട്ടില്ലേ ഏത് ഡിപ്പാർട്ട്മെന്റിൽ എത്രയൊക്കെ ആള് വേണോന്ന്? താങ്ക്സ് ഫോർ യുവർ റിമൈനിങ് സീത. നമുക്ക് ചാന്ദിനി ഇല്ലാതെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ചാന്ദിനെ പിന്നെ എന്തിനാ വെറുതെ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്? അതിന് എക്സ്ട്രാ സാലറി നമ്മൾ കൊടുക്കണം. ഇപ്പൊ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇമെയിൽ ചെയ്യട്ടെ. വി ഡോണ്ട് നീഡ് ചാന്ദിനി എനിമോർ ഫോർ ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. റാം, അങ്ങനെയല്ല. എന്താ? ചാന്ദിനിയെ ജോലിന്ന് പറഞ്ഞു വിടാനല്ല നിന്നോട് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്തിനാ ഈ ജോലി, എന്തിനാ ഈ പോസ്റ്റ് എന്നൊക്കെയാ ചോദിച്ചത്. സീത പ്ലീസ്, ഇത്രയ്ക്ക് നല്ലവളാവരുതേ. ഫസ്റ്റ് ഓഫ് ഓൾ നീ നിന്നെ ചാന്ദിനിയായിട്ട് കമ്പയർ ചെയ്യരുത്. Forget that. You can't compare yourself to anybody for that matter. വീണ്ടും എന്തിനാ അവളെ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? റാം, അവൾ അവളുടെ ജോലി ചെയ്യുന്നതിന് നമുക്കെന്താ പ്രശ്നം? സീത, ഒരു ഭാര്യയ്ക്കും അവളുടെ ഭർത്താവിന്റെ എക്സിനെ ഇഷ്ടപ്പെടാൻ ഒരിക്കലും കഴിയില്ല. അല്ല റാം. സീത പ്ലീസ്, നീ ഇനി ഓരോ കഥകൾ ഇങ്ങനെ പറയാൻ നിൽക്കണ്ട. ചാന്ദിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. നീ അവളെ അവോയ്ഡ് ചെയ്യണം. റാം, ഇതൊക്കെ ശരിക്കും പിടിവാശിയാ. അതെ, പിടിവാശിയാണെന്ന് തന്നെ കരുതിക്കൂ. മെയിൽ അയച്ചിട്ടുണ്ട്. ചാന്ദിനിയോട് ടാറ്റ ഗുഡ് ബൈ. വേഗം കഴിക്കുക, തണുത്തു. അങ്കിൾ വാ പോവാം. ഭാർഗവ്, ജോലി കഴിഞ്ഞു. ഡൺ. മാച്ചിന് നമ്മുടെ കയ്യിലാ. ജോലിയിൽ നിന്ന് റിമൂവ് ചെയ്തെന്നോ? അതൊരു മെയിൽ അയച്ച് എന്താ എന്നെ അപമാനിക്കുവാണല്ലേ? അവനായിട്ട് വെച്ച കോൺട്രാക്ട് അവൻ തന്നെ മറന്നെന്ന് തോന്നുന്നു. അവനെ അത് ഞാൻ ഓർമ്മിപ്പിച്ചോളാം. ഹലോ സാർ, കുട്ടിയെ എന്നോടല്ലേ പിക്കപ്പ് ചെയ്യാൻ പറഞ്ഞത്? യാ ഷിബു, നിന്നോട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലേ. സ്കൂൾ വിടാൻ സമയമായാലോ. നിങ്ങൾ അവിടെ റീച്ച് ചെയ്തില്ല ഇതുവരെ? നിങ്ങളൊരു കാര്യം ചെയ്യ്, സിഹിയെ പിക്ക് ചെയ്ത ഉടനെ എന്നെ കോൾ ചെയ്യ്. വീട്ടിലെത്തിയ ഉടനെ എന്നെ അറിയിക്കാൻ വേണം. ഓക്കെ സാർ? പക്ഷെ മോൾ ഇവിടെ ഇല്ലല്ലോ സാർ. മോൾ അവിടെ ഇല്ലെന്നോ? എന്താ ഈ പറയുന്നത്? സാർ, കുട്ടിയെ ഞാനിവിടെ സ്കൂളിൽ വിട്ടപ്പോൾ കാത്തിരിക്കുക സാർ. അവള് വേറെ ഏതെങ്കിലും കാറിൽ കയറി പോയോ?
വേറെ ഏതെങ്കിലും കാർ? അവൾ ഏത് കാറിൽ കയറി പോവാനാ? അതൊന്നും എനിക്കറിയില്ല സാർ. അതാ ഞാൻ സാറിനെ വിളിച്ചത്. ഇഡിയറ്റ്, അറിയില്ലെന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവൾ അവിടെ ഉണ്ടോന്ന് ആദ്യം പോയി നോക്ക്. എന്തുപറ്റി? ഫോൺ വെച്ച് പോടാ. സാർ, ഹലോ. സിഹിക്ക് എന്തുപറ്റി? സീത, സിഹയെ ഇന്ന് വീണ്ടും മുത്തശ്ശൻ വിളിച്ചോണ്ട് പോയോ? അവൾ സ്കൂളിൽ ഇല്ലാന്ന്. അച്ഛനോ? ഞാൻ ഇങ്ങനെ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. അവര് മറന്നിട്ടാവും, വയസ്സായതാണ്, എല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ ഡെയിലി അവളെ വിളിച്ചോണ്ട് പോയി നമുക്ക് പേടിയാവില്ലേ? നീ ടെൻഷൻ ആവില്ല റാം. സിഹി അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ടെൻഷൻ ഇല്ലാതെ ഇരിക്കുന്ന എങ്ങനെയാ സീത? സിഹി സേഫ് ആണോ അല്ലേ എന്ന് ആദ്യം അറിയണ്ടേ? നീ അവരെ ഒന്ന് ഫോൺ വിളിച്ച് അന്വേഷിച്ചേ പ്ലീസ്. അമ്മേ, സിഹി നിങ്ങളുടെ അടുത്തുണ്ടോ? ഇല്ല സീത. അയ്യോ ദൈവമേ, ഇതെന്തു ചോദ്യ? ഇതെവിടെ പോയി? മിസ്റ്റർ ആൻഡ് മിസ്സസ് റാം, നിങ്ങളുടെ പാനിക് ബട്ടൺ ഇപ്പം ഞാൻ ഓൺ ചെയ്തിരിക്കാം. ഓഫ് ചെയ്യുന്നതും ഈ ഞാനായിരിക്കും. കാത്തിരിക്കാൻ ഞാൻ. ഒന്ന് വേഗം വാ. വാട്ട്സ് ഹാപ്പൻ? എന്തിനാണ് കരയുന്നത്? കരയണ്ട ലിറ്റിൽ ചാ. എന്ത് പറ്റി വിശ്വ? ഭാഗ്യം, അവള് വളരെ ടെൻഷനിലാണ്. വാ മോളെ, നീ വാ വാ. എന്തു പറ്റി? അച്ഛനും അമ്മയോടും പറഞ്ഞിട്ട് അവര് വേഗം ഇങ്ങോട്ട് വരും കേട്ടോ. കരഞ്ഞോണ്ടിരിക്കുന്നു. അച്ഛാ, അത് എന്താണെന്ന് വെച്ചാ അച്ഛനും അമ്മ ഇവിടെ തന്നെ മോള് കരയണ്ട കേട്ടോ. കരയണ്ട കരയണ്ട. ഇറ്റ്സ് ഓക്കെ. അച്ഛനും അമ്മ ഇവിടെ തന്നെയുണ്ട്. മോള് കരയണ്ട കേട്ടോ. സമാധാനമായിട്ടിരിക്കെ. പേടിക്കണം കേട്ടോ. ഇനി പറ, എന്താ ഉണ്ടായത്? സ്കൂൾ വിട്ട് ഞാൻ കാറിൽ കയറി ഇരുന്നപ്പോ ആരോ എന്റെ പുറകിൽ കൂടെ വന്ന് എന്റെ വാ പൊത്തി പിടിച്ചു. അപ്പൊ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നി. വാട്ട്? നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തെന്നോ?